എന്തിനാ താത്താമാരെ എങ്ങനെ വഴുത് കേൾക്കണേ? ഒരുപാട് വഴുത് കേൾക്കരുത്. വഴുതിന്റെ മഹത്വം എന്നറിയും. ഇവിടെ അറിവ് പഠിച്ചാൽ അത് ചെയ്യണം. ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അടി വേറെ കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, പുറത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഇൽമു പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ഒരറിവ് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷയാണ്. ഞാൻ നേരം വെളുത്താ വൈകുന്നേരം വരെ വഴുത് കെട്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്തുണ്ട് നിനക്ക് ഈ ചെയ്യുന്നത്? കേട്ടതൊക്കെ ഒന്ന് ചെയ്യെങ്കിലും വേണ്ടേ? ഇതിന് സമയമുണ്ടോ? ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ട കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയുക. എല്ലാവരെയും കൈകൊണ്ട് തടയാൻ പറ്റില്ല. അപ്പൊ നാവ് കൊണ്ട് പറയാം. നാവ് കൊണ്ട് പറഞ്ഞാൽ തടയാൻ പറ്റുന്നതാണെങ്കിൽ നാവ് കൊണ്ട് പറയുക. കൈകൊണ്ടും പറ്റൂല, നാവ് കൊണ്ടും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തേക്കണം? വെറുത്തേക്കണം അതിനെ. ഞാനില്ല ഇതിന്. നിങ്ങൾ എന്നാ വേണമെങ്കിലും കാണിച്ചു, ഞാനില്ല, ഇത് പാപമാണ്, ഇറങ്ങി രക്ഷപ്പെട്ടേക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.